സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമോഷണം വ്യാപകം. ഇടുക്കി മറയൂർ സഖായിഗിരിയിൽ നാച്ചുറയിൽ പള്ളിവക സ്ഥലത്തു നിന്നും വൻ ചന്ദനമരം മുറിച്ചു കടത്തി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചന്ദനമരമാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയത്. നിരവധി തവണ പരാതി നൽകിയിട്ടും വനം വകുപ്പ് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. കോട്ടയം ചെമ്മനമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ UP വിഭാഗം ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ രമേശ് ഇലവുങ്കൽ മേള ഉദ്ഘാടനം ചെയ്തു. പനക്കുറുക്കു മുതൽ ചേനപ്പായസം വരെ തയ്യാറാക്കി നാടൻ വിഭവങ്ങളുടെ കലവറയായി സ്കൂൾ ഓഡിറ്റോറിയം മാറി. ലോകത്തിലെ ആദ്യ അഗ്രികൾച്ചറൽ തീം പാർക്കായ മാംഗോ മെഡോസ് ഏർപ്പെടുത്തിയ പരിസ്ഥിതി രത്ന പുരസ്കാരം സഹോദരങ്ങൾക്ക്. പുരസ്കാരം ലഭിച്ചത് കോട്ടയം കടുത്തുരുത്തി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി ലയ മരിയ ബിജുവിനും സഹോദരൻ 6ാം ക്ലാസ് വിദ്യാർത്ഥി ലീൻ ബി പുളിക്കനും. തോടുകളും പുഴകളും കനാലുകളും ശുചീകരിച്ച് മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. ആലുവയിൽ ഫർണിച്ചറുകളും വസ്ത്രങ്ങളും സൂക്ഷിച്ചിരുന്ന കടയിൽ തീപിടുത്തം. കമ്പനിപ്പടിയിലെ ടർക്കോ എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് അഗ്നിബാധ ഉണ്ടായത്. ആലുവയിൽ നിന്നെത്തിയ അഗ്നിശമന വിഭാഗം തീ നിയന്ത്രണ വിധേയമാക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BMS തൃശൂർ കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി ഏകദിന നിരാഹാര സമരം നടത്തി. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക, തൊഴിലാളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഏകദിന നിരാഹാര സമരം BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. മാർസ്ലീവ മെഡിസിറ്റി പാല അസപ്ഷൻ മെഡിക്കൽ സെന്റർ കോട്ടയം മേലുകാവുമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം CSI ഈസ്റ്റ് കേരള ബിഷപ്പ് VS ഫ്രാൻസിസ് നിർവഹിച്ചു. മാണി സി കാപ്പൻ MLA മുഖ്യ അതിഥിയായി. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെ ഫാമിലി ഫിസിഷ്യന്റെ സേവനവും വൈകിട്ട് 4 മുതൽ 5 വരെ വിവിധ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് BJP തൃശൂർ മണലൂർ നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. റാലി ധന്യാവീർ മനോജ് കുമാർ നായക് മണലൂർ മണ്ഡലം യുവമോർച്ച പ്രസിഡന്റ് അഖിലിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞാണി സെന്ററിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി പാവറട്ടി സെന്ററിൽ അവസാനിച്ചു.